ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ മാജിക് വേർഡ്സ് മലയാളം ടോററ്റ് റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഹി തിങ്കിങ് അബൌട്ട് യു, ഹി ഓർ ഷീ. ഓക്കെ, നിങ്ങൾ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഷീ എന്ന് ആക്കുക, അതുപോലെ തന്നെ ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഹി. ഓക്കെ, ഞാൻ ഷീ എന്ന് പറയുന്നത് വെച്ച് ബോയ്സ് എന്ന് കാണാൻ പാടില്ലെന്നല്ല. ആരായാലും നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സൺ ഓർ എക്സ് ഓർ യുവർ കറണ്ട് പാർട്ട്ണർ ഓർ നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആള് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആരായാലും ആ ആള് നിങ്ങളെക്കുറിച്ച് ഇപ്പൊ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ആളുടെ ഫാന്റസി എന്താണ് നിങ്ങളെക്കുറിച്ച്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ 3 കാർഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 2 ക്രഷ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു എക്സ് ഉണ്ട്, എക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം, അതായത് എക്സ് ഇപ്പൊ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു, അവൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിന്റെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പേഴ്സണിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓരോ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോ കാർഡ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരാളോളെങ്കിൽ ഓക്കെ, ഒരാളോളെങ്കിൽ ഒരെണ്ണം ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡ് ദ സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് ഞാൻ വെച്ചിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കാർഡാണ് വെച്ചിരിക്കുന്നത്. തേർഡ് കാർഡ് ഞാൻ വെച്ചിരിക്കുന്നത് ദ ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന കാർഡ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നേരെ ഞാൻ താഴെ വെച്ചിരിക്കുന്ന പൈൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, ഞാനിത് പെർഫെക്റ്റ്ലി 100% ആക്യുറേറ്റ് ആയിട്ട് റീഡ് ചെയ്യും. ജനറൽ റീഡ് ആണെന്നിരുന്നാലും ഞാൻ ആക്യുറേറ്റ് ആയിട്ട് റീഡ് ചെയ്യും. വാട്ട് ഹി തിങ്കിങ് അബൌട്ട് യു, ഹി ഓർ ഷീ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാർഡ്, ഒരു പേഴ്സണെ വിചാരിച്ചിട്ട് ഒരു കാർഡേ ചൂസ് ചെയ്യാവൂ. അപ്പോൾ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഒരുപാട് പേര് പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്യുന്നുണ്ട്. ബൈ ചെയ്തിട്ട് ചിലർക്ക് മന്ത്രാസ് അഫർമേഷൻസും ഞാൻ സെല് ചെയ്യുന്നുണ്ട്. ആ മന്ത്രാസ് തന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാവാം, അത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരെ എനിക്ക് വീണ്ടും കോൺടാക്ട് ചെയ്യണം, എന്റെ ഫ്രണ്ടിന് കൊടുത്തതാണ്, അത് അവർക്ക് വർക്ക്ഔട്ട് ആവണം. ഞാൻ നിങ്ങളുടെ സിറ്റുവേഷന് റീസണേറ്റ് ആവുന്ന, നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നിയ മന്ത്രാസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് അവരുടെ സിറ്റുവേഷനായിട്ട് റീസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് ഫലം കണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിന് ഫലം കാണുന്നില്ല, അത് ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആവാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഫ്രണ്ട്സ് ബൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ സബ്സ്ക്രൈബേഴ്സിന് മന്ത്ലി ഞാൻ ഒരാൾക്ക് ഫ്രീ റീഡിംഗ് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്, പേഴ്സണൽ റീഡിംഗ്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കാണാം, ഇത് നിങ്ങൾക്ക് റീസണേറ്റ് ആയിരിക്കും. ഞാനിതിൽ പറയുന്നത് ഓൾമോസ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് താര, ദ സ്റ്റാർ എന്ന കാർഡ് ചൂസ് ചെയ്തവരുടെ അപ്പൊ അതിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അവരുടെ പേഴ്സൺ അവരെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, എന്താണ് ഫാന്റസൈസ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എർത്ത് സൈൻ നന്നായി കാണുന്നുണ്ട്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. വാട്ടർ സൈൻ കാണുന്നുണ്ട്, ക്യാൻസർ, സ്പൈസസ്, സ്കോർപിയോ. എയർ സൈൻ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൾസോ ഫയർ സൈൻ കാണുന്നുണ്ട്. അഗൈൻ പെന്റിക്കസ് സൈൻ, എർത്ത് സൈൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എനിക്കിപ്പോ റീഡിങ്ങിൽ കാണുന്ന ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറെ പേരുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷെ വാട്ടർ സൈൻ ആവാം, എയർ സൈൻ ആവാം, ഫയർ സൈൻ ആവാം, എർത്ത് സൈൻ ആവാം. ഓക്കെ, അപ്പൊ എനിക്കിവിടെ കാണുന്നത് ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലരുടെ കേസിൽ എനിക്ക് അങ്ങനെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം ആളെ റിജക്ട് ചെയ്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ആള് നിങ്ങളെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഹീസ് അലോൺ, കംപ്ലീറ്റ്ലി അലോൺ. ഹി ഹാവ് നോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഹിയർ, ഹീസ് അലോൺ. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തോ പ്രശ്നം കൊണ്ടായിരിക്കാം ആള് ശരിക്കും എനിക്ക് കാണുന്നത് ആള് ഭയങ്കര സങ്കടത്തിലാണ്. ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ, അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിലാണ്. അതുപോലെ തന്നെ എനിക്ക് കാണുന്നത് എയർ സൈൻ ഇവിടെ ഓൾസോ കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഇടയിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൊരു പേഴ്സൺ ഇമോഷണലി അറ്റാച്ച്മെന്റ് വളരെ കുറവാണ്. മേ ബി ആ പേഴ്സൺ ആയിരിക്കില്ല, നിങ്ങളായിരിക്കും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിലില്ല. ഒരാൾ നന്നായി സ്നേഹിക്കുന്നു, ഒരാൾക്ക് അത്രയ്ക്ക് ഇമോഷണൽ ഒരു ഇതില്ല, റൊമാൻസ് ഫീലിങ്സ്. അതായത് മേ ബി നിങ്ങളുടെ നിങ്ങളെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗത്താണെന്ന് തോന്നുന്നു. ഹീസ് ലവിങ് യു. ഓക്കെ,
നിങ്ങളുടെ വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അതല്ലെങ്കിൽ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുക, എന്തെങ്കിലും കുറവുകളൊക്കെ മനസ്സിലിട്ട് അങ്ങനെ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബോണ്ടായിട്ട് വരുന്നില്ല. അതാണ് ആളുടെ ഏറ്റവും വലിയ സങ്കടം. ആൾക്ക് അറിയാം ആള് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ കമ്മിറ്റ്മെന്റ് പ്രോബ്ലംസ് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സാഡാണ്. അതുപോലെ തന്നെ ഫയർ സൈൻ വളരെ പാഷൻ ഉണ്ട് നിങ്ങളോട്. ഇവിടെ ഫയർ സൈൻ വന്നിട്ട് ഏരീസ് ലിയോ സാജിറ്റേറിയസും വന്നിട്ടുണ്ട്. എല്ലാ എനർജിയും നിങ്ങളുടെ ചാർട്ടിലുണ്ട്. നിങ്ങളുടെ രണ്ടുപേരും ചാർട്ടിൽ എല്ലാ എനർജീസും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഏറ്റക്കുറച്ചിലായിട്ട് നിൽക്കുന്നത്. കമ്മിറ്റ്മെന്റ് പ്രോബ്ലം, അതായത് റൊമാൻസ് 100% വർക്ക്ഔട്ട് അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര സാഡാണ്. ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കൂടി കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റിൽ ഒരു ചെറിയ വിള്ളലുകൾ, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ആൾ ഭയങ്കര സാഡാണ്. ഈ കമ്മിറ്റ്മെന്റ് നല്ല രീതിയിൽ ഫുൾ സ്ട്രെങ്തോടു കൂടി ആവാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരുപാട് കാലത്തെ, അതായത് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആവാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ഒരാളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നത്. ഒരാൾ അത്രയ്ക്ക് ഇൻവോൾവ്മെന്റ് കാണിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഈഗോയിസ്റ്റിക് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, എപ്പോഴും ആള് തന്നെ മുൻകൈ എടുക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആള് ഭയങ്കര എലോൺ ആയിട്ടിരിക്കും. ചിലപ്പോൾ ആള് ഇനി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല അങ്ങനത്തെ രീതിയിൽ മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടത് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്, റൊമാൻറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആണ്. അതാണ് ഇവിടെ കുറവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം എല്ലാം തുറന്ന് ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ആൾക്ക് കിട്ടുന്നില്ല. അതാണ് ആളുടെ ഏറ്റവും വലിയ സങ്കടം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഡെക്കിൽ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരുന്നത് ദ ഹയറോഫന്റ് എന്ന് പറഞ്ഞ കാർഡാണ്. അപ്പോൾ ആളുടെ പെർഫെക്റ്റ് ഫീലിംഗ്സ്, എക്സാക്ട് ഫീലിംഗ് ഫോർ യു എന്ന് പറഞ്ഞ മാരേജ് ആണ് ആൾക്ക് വേണ്ടത്. നിങ്ങളുമായിട്ട് ഒരു വെഡിങ്, ലോങ് ടൈം കമ്മിറ്റ്മെന്റ്, മാരേജ്, ഫോർഗീവ്നെസ്. അതായത് എന്തെങ്കിലും ആ ഭാഗത്തുനിന്ന്, ആളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ അകൽച്ച് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനാള് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി ആളോട് ഫോർഗീവ് ചോദിക്കാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ്, നിങ്ങളായിട്ട് ഒരുപാട് ട്രിപ്പ് പോവുക, നിങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളെ പാർട്ട്ണറായിട്ട്, അങ്ങനെയൊക്കെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആൾ ഫ്രണ്ട്സ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നം വരുന്നതെന്ന് ആൾ ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് ഒരുപക്ഷെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അവർ നല്ലൊരു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ എങ്ങനെയും നിങ്ങളെ കല്യാണം കഴിക്കണം തന്നെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. പെർഫെക്റ്റ് ഫീലിങ്സ് അതാണ്, എക്സാക്ട് ഫീലിങ്സ് ആളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഫീലിങ്സ് അതാണ്. പക്ഷെ കമ്മിറ്റ്മെന്റ് പ്രോബ്ലംസും അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു റിജക്ഷൻ, ആരെയോ റിജക്ട് ചെയ്തേക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിന് ഫോർഗീവ്നെസ് ക്ഷമാപണം നടത്തുക, അതൊക്കെയാണ് ഇതിൽ കാണുന്ന സൊല്യൂഷൻ. ആളെ എക്സാക്ട്ലി 100% ഷുവർ നിങ്ങളെ കല്യാണം കഴിക്കാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ് ആൾ ആഗ്രഹിക്കുന്നത്. അഗെയിൻ എർത്ത് സൈൻ ഇവിടെ കാണുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. മേ ബി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എർത്ത് സൈൻ ആവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഹയറോഫന്റ് എന്ന് പറഞ്ഞ കാർഡിനെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ചൂസ് ചെയ്ത കാർഡ് 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. അഗെയിൻ ആൾ ആഗ്രഹിക്കുന്നത് ഒരു ഹാപ്പി, നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഹാപ്പി ലൈഫാണ്, ഈക്വാലിറ്റി ആണ് നിങ്ങളുടെ ലൈഫിൽ. വളരെ ലോങ് സപ്പോർട്ട്, അതായത് യൂണിറ്റി. നിങ്ങൾ വളരെ ചേർന്ന്, നിങ്ങളെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ചേർന്ന് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആളോട് ഷെയർ ചെയ്ത്, ആളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് ഓപ്പൺ ആയിട്ട് ഒന്നും മറക്കാതെ, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് പ്രോബ്ലംസിൽ നിന്നൊക്കെ മാറി, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി 100% ഇൻവോൾവ്മെന്റ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ആൾ ആഗ്രഹിക്കുന്നത്. ആൾക്ക് അതാണ് കിട്ടാൻ ആൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തുക. ഈ വ്യക്തി നിങ്ങളെ കല്യാണം കഴിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആളുടെ മനസ്സിൽ മുഴുവൻ അതാണ്, നിങ്ങളെ കല്യാണം കഴിക്കണം എന്നാണ്. അപ്പൊ ഓക്കെ, യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ, ചൂസ് ടു മിസ്ഫോർച്യൂൺ എന്ന് കാണിക്കുന്നു. അതായത് നിങ്ങളുടെ സമയം, നിങ്ങൾക്കുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു നിർഭാഗ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കമ്മിറ്റ്മെന്റ് പ്രോബ്ലംസ് വരുന്നത്. അല്ലാതെ ആൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. ചിലപ്പോൾ നിങ്ങൾക്കും ആളോട് ഇഷ്ടം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു കോസ്മിക് അലൈൻമെന്റ്സ് ഓഫ് സ്റ്റാർസ്, അതായത് നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ തമ്മിലുള്ള അലൈൻമെന്റ്സിലുള്ള വ്യത്യാസമായിരിക്കും. അങ്ങനത്തെ നെഗറ്റീവ് എനർജിയുടെ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണില്ലല്ലോ. അപ്പൊ ആ പേഴ്സൺ 100% നിങ്ങൾ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാനാണ് താല്പര്യം. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും
ഒരു പ്രോബ്ലം, അതായത് നിങ്ങളുടെ ഇതിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കില്ല, ഒരു നിങ്ങളുടെ ഗ്രഹങ്ങളുടെ അലൈൻമെന്റിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചിൽ അതിൽ വന്നിരിക്കുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മിസ്ഫോർച്യൂൺ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഗോ ഫോർ ഇറ്റ് എന്നാണ്. അതായത് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ആള് 100% നിങ്ങൾക്ക് തരും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ആളുടെ ലവ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. Again, I choose to. I need to sort things out first before I can come to you. എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ശരിക്കും ആളോട് ഇഷ്ടമുണ്ടോ എന്ന് ഒരാൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഹീസ് വെരി സാഡ്, ഹീസ് ലവിങ് യു. ഓക്കെ, ദെൻ ചിൽഡ്രൻ ആർ ഇമ്പോർട്ടൻറ്റ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഈ ആള് നിങ്ങളുടെ കൂടെ ഒരു ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കുക, നിങ്ങളുടെ കൂടെ ചിൽഡ്രൻ, അതാണ് ആൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ആൾക്ക് 100% ഒരു ഫാമിലിയാണ് നിങ്ങളിൽ നിന്ന് ആവശ്യം. അപ്പൊ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റീസണേറ്റ് ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മന്ത്ലി അതിലൊരു റാൻഡംലി ചൂസ് ചെയ്തിട്ട് ഫ്രീ റീഡിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ്സും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റേ പോസിറ്റീവ്. ബൈ. സെക്കൻഡ് കാർഡ് സ്ട്രെങ്ത് ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഈ കാർഡ് കാണുമ്പോൾ തന്നെ പറയാൻ തോന്നുന്നത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അതായത് ഒരു ബോണ്ട് സ്ട്രോങ് അല്ലായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആ സ്ട്രോങ് ആയിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ദ ഭീമ എന്ന് പറയുന്ന കാർഡ് തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ ദ്രൗപദീനെ സ്നേഹിച്ചിരുന്നത് ഭീമനാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ട്രോങ് ബോണ്ടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുമ്പ് ഉണ്ടായിരുന്നത് ആ ബോണ്ട് ഇല്ലായകയായിരുന്നു, അതല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ലായകയായിരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും, എന്ത് തന്നെയായിരിക്കും. ആൾക്ക് വേറെ അഡിക്ഷൻസോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ദ സ്ട്രെങ്ത് എന്ന കാർഡ് എടുത്ത് വന്നേക്കുന്നത് കൊണ്ട് അതൊക്കെ മാറി നിങ്ങളിലേക്ക് ആൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ബാക്കി കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Four of Cups, then Page of Pentacles, Justice, the Lovers, then clarifying the Three of Wands. Okay, അപ്പൊ എനിക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു പക്ഷെ ഒരു കുറച്ച് ക്രൈറ്റീരിയ ആൾക്കാരിൽ നിങ്ങളായിരിക്കും ആളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന പ്രപ്പോസൽ ആയിരിക്കാം. പക്ഷെ ആൾക്ക് നിങ്ങളെ വേണമെന്നുണ്ട്, എന്നാൽ ആൾക്ക് അതർ ഓപ്ഷൻസ് ഉണ്ട്. മേ ബി കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറൊരു പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ എനിത്തിങ് ഒരു തേർഡ് പാർട്ടി, വേറൊരു അട്രാക്ഷൻ, അതായത് നിങ്ങളെ ഇഗ്നോറൻസ്. അത് മേ ബി നിങ്ങളായിരിക്കാം, നിങ്ങളെ പ്രപ്പോസ് ചെയ്തപ്പോൾ നിങ്ങളായിരിക്കും ആളെ റിജക്ട് ചെയ്തത്. ഒരു ഇഗ്നോറൻസ് ആൻഡ് ഡിസറ്റാച്ച്മെന്റ് കാണുന്നുണ്ട്. അതായത് അറ്റാച്ച്മെന്റ് സ്ട്രോങ് അല്ലായിരുന്നു. അതായത് നിങ്ങളിലേക്കുള്ള ഇൻവോൾവ്മെന്റ് 100% ആൾ തന്നിട്ടുണ്ടായിരുന്നില്ല പാസ്റ്റിൽ. ഓക്കെ, അതൊരു അഫയർ എന്ന് പറയാനുള്ള തരത്തിലായിട്ടുണ്ടായിരുന്നില്ല. മേ ബി വൺ സൈഡ് ലവർ, ക്രഷ്, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ, വേണം വേണ്ട എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു പാസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കതിൽ ഭയങ്കര റിഗ്രഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഇന്റിമസി നിങ്ങളോട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വാട്ടർ സൈൻ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫയർ സൈൻ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ സൈനും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എയർ സൈൻ ഉണ്ട്, എർത്ത് സൈൻ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, എല്ലാ സൈനും ഉണ്ട്. ഓക്കെ, എയർ സൈൻ മോസ്റ്റ്ലി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സയൻസ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ ഇന്റിമസി, ഇപ്പോ കറന്റ്ലി ആൾക്ക് നിങ്ങളോട് വളരെയധികം ഇന്റിമസി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ന്യൂ ഐഡിയാസ് വിത്ത് യു. അതായത് നിങ്ങളുടെ കൂടെ ലൈഫിൽ എൻജോയ്മെന്റ് വേണം. വേറെയുള്ള അഡിക്ഷൻസ്, വേറെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതൊക്കെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ടൈമാണെന്ന് മനസ്സിലാക്കി നിങ്ങളാണ് ബെറ്റർ ചോയ്സ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ലൈഫ് നന്നായി ജീവിക്കുക, ട്രിപ്പ് പോവുക, നിങ്ങളുടെ കൂടെ ആളുടെ അബൻഡൻസ്, അതായത് ആളുടെ വെൽത്ത് ഒക്കെ ചെലവഴിക്കുക, നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇപ്പോൾ ആൾ ആഗ്രഹിക്കുന്നത്. ആൾക്ക് മുമ്പ് ഈ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് ഇല്ലാതിരുന്നത് കൊണ്ടും ടൈം വേസ്റ്റ് ആക്കിയാലും വളരെയധികം റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാണുന്നത് ജസ്റ്റിസ്.
അതായത് ഈ റിലേഷൻഷിപ്പ് ടോളറൻസ് ചെയ്ത് കാണിക്കുക. ആൾക്ക് ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിൽ ഇപ്പോൾ വളരെ മുഖ്യമാണ്. അതായത് വളരെ ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിനാണ് ആൾ കാണുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാവിധ വേറെ എന്ത് ഫ്രണ്ട്ഷിപ്പ്, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആൽക്കഹോൾ അഡിക്ഷൻസ്, എനിത്തിങ് വേറെ ഒരു എക്സ്ബാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മാറി, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് അതൊക്കെ മാറി, അതിനൊക്കെ തരണം ചെയ്ത ആളിപ്പോ ആളുടെ മനസ്സിലിപ്പോ ടോളറൻസ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുക. അതൊക്കെയാണ് ആളിപ്പോ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അത് ചെയ്യാതിരിക്കുന്ന സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് ഇല്ലാണ്ടിരുന്നതിലൊക്കെ ആൾക്ക് റിഗ്രഷൻ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൽസൈനാണ് കാണിക്കുന്നത്. മേ ബി ലിബ്ര, ജെമിനി, കോറിയസ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളുടെ ഫീലിങ്സ് ഇതാണ് കേട്ടോ. ദ ലവേഴ്സ്, യാ, നൗ ഹി ഈസ് ഫീലിംഗ് വിത്ത് യു 100% ലവ്. അതായത് ആളെ റീയൂണിയൻ അതൊന്നുമല്ല, ആളായി ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളായിട്ട് അടിച്ചു പൊളിക്കുക ലൈഫ്, നിങ്ങളുടെ കൂടെ ഡേറ്റിംഗ്, നിങ്ങളുമായി നഷ്ടപ്പെട്ട നിമിഷങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതെ ഇരുന്ന് നഷ്ടപ്പെട്ട സമയം, അതൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകുക. ഫുൾ ഓഫ് ഹാപ്പി, അതായത് ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഭയങ്കര ഹാപ്പി ആയിട്ട്, വളരെ അബൻഡൻസ് ആയിട്ട്, നിങ്ങളുടെ ലവ് ലൈഫിൽ അബൻഡൻസ്, അതായത് മണി ഇൻവോൾവ്മെന്റിനൊക്കെ കൂടുതൽ ലവ് കൊണ്ടുള്ള അബൻഡൻസ്, അതാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ലോങ് ടേം റിലേഷൻഷിപ്പ് ബോണ്ട്, ഒരുപാട് നഷ്ടപ്പെട്ട സമയം മുഴുവൻ നിങ്ങളുടെ കൂടെ, അതായത് ഇപ്പൊ ഒരു നിമിഷമാണ് ഈ ലൈഫിൽ ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം ഇത്രയും നാൾ തരാതിരുന്ന സ്നേഹം ഒരുമിച്ച് നിങ്ങൾക്ക് തരാം. അതാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിനെ ക്ലാരിഫൈ ചെയ്യാൻ എടുത്ത കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഓഫ് വാൻഡ്സ് ആണ്. ഫയർ സൈൻ ആണ് കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഭയങ്കര പാഷനാണ് നിങ്ങളായിട്ട് ഭയങ്കര ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ തോന്നുന്നുണ്ട്. മുമ്പ് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ലവ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് വന്നിരുന്നില്ല. ഇപ്പോഴാണ് അതിന് സ്ട്രെങ്ത് വന്ന് അതിലൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഇന്റിമസി ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങളാണ് ഇപ്പോൾ ആളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് ലൈഫിൽ. ഓക്കെ, അതായത് ബിഗിനിങ് ഓഫ് ന്യൂ റിലേഷൻഷിപ്പ്. എനിക്ക് തോന്നുന്നു ഈ കാർഡ് ചൂസ് ചെയ്തവർ പലരും ചിലപ്പോൾ നിങ്ങളുടെ ക്രഷിനെ ആയിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവാത്ത ആൾക്കാരായിരിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ന്യൂ ബിഗിനിങ്, അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് ആള് ഇപ്പൊ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, 100% ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സൈലൻസ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ട്രിക്കൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം മുമ്പ്, പക്ഷെ ഇപ്പോ കോണ്ടാക്ട് ചെയ്യാൻ, അതായത് നേരിട്ട് കാണാൻ, നേരിട്ട് സംസാരിക്കാനൊക്കെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അറബിക് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പ്രപ്പോസൽ ചെയ്യാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ 100% സ്ട്രെങ്ത് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ചൂസ് 2. ദ എൻഡ് ഓഫ് എ ഫേസ്. ഓക്കെ, ഒരു സിറ്റുവേഷൻ, അതായത് ഒരു കാലഘട്ടം, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോ കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻ, അതല്ലെങ്കിൽ നിങ്ങൾ ക്രഷ് ആയിട്ട് തുടരുന്ന ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ലവ്, ന്യൂ ലൈഫ് സ്റ്റൈൽ, ന്യൂ ബിഗിനിങ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എന്നൊരു നിങ്ങളുടെ പേഴ്സൺ മേ ബി ഈ സോഡിയാക് സയൻസിലായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ, അല്ലെങ്കിൽ ആളുടെ ചാർട്ടിൽ ഈ സോഡിയാക് സയൻസ് ആയിരിക്കും ഇപ്പൊ കറന്റ് റണ്ണിങ്. നിങ്ങൾക്ക് എന്തോ മിസ്ഫോർച്യൂൺ കൊണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബോണ്ട് ഇല്ലാതിരുന്നത്, അതായത് ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് ശരിയല്ലാത്ത കൊണ്ടായിരിക്കും അന്ന് നിങ്ങളെ ആള് റിജക്ട് ചെയ്തത്, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് ഇല്ലാണ്ടാവുന്നതൊക്കെ അതുകൊണ്ടാണ്. കുറെയൊക്കെ നമ്മൾ പറയുന്നത് നമ്മളെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥ വരുന്ന റിലേഷൻഷിപ്പിൽ, ഒരു നിർവീകാരമായിട്ട് അവസ്ഥ, ആള് വേറെ ഡൈവേർട്ടായി പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ സബ്സ്ക്രൈബേഴ്സിന് മന്ത്ലി ഞാൻ ഒരാൾക്ക് പേഴ്സണൽ റീഡിംഗ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്യാവുന്നതാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്, ബൈ. അപ്പൊ തേർഡ് കാർഡ്, ദ ചാരിയറ്റ് ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാണുന്നത്
ഹി വാണ റൈഡ് യു, ഹി ഓർ ഷീ വെരി മച്ച് ഫിസിക്കൽ അട്രാക്ഷൻ. എന്തുകൊണ്ടോ എനിക്കിപ്പോൾ ഈ ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. മാഡ്ലി റൈഡ് യു, ഓക്കെ, ഫിസിക്കലി, ഓക്കെ, സെക്ഷുവലി ഹി വാണ റൈഡ് യു, ഓക്കെ. എന്തോ എനിക്ക് അതാണ് കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഈസ് വെരി മച്ച് പാഷനറ്റ് റിലേഷൻഷിപ്പ്. ഫയർ സൈൻ ഈസ് അൾട്ടിമേറ്റ് ഹിയർ, ഓക്കെ. എക്സ്ട്രീം ലെവലിലെ ആളുടെ ലൈഫ് പാത്തിൽ ഇപ്പോൾ ഫയർ സൈൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നൗ ഹി വാസ് വിത്ത് യു, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആയിട്ടുണ്ട് ആള്, വളരെയധികം സ്ട്രെങ്ത് ആയിട്ടുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ. അതുകൊണ്ട് തന്നെ ഓടി വരാണ്. ഏതോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു 90% ആളുടെ കാര്യം. പാർട്ണർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ ഒരുപാട് നാളായിട്ട് തുടരുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കോൺടാക്ട് ചെയ്യാനുള്ള ഈഗോ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് എങ്ങനെയോ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് ഓടി വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് 4 ഓഫ് സോർഡ്സ്, ഓക്കെ, എയർ സൈൻ കാണുന്നുണ്ട്. സെക്കൻഡ് കാർഡ് ദ ലവേഴ്സ്, ഓക്കെ. തേർഡ് കാർഡ് 6 ഓഫ് കപ്സ്. ദ ഫോർത്ത് കാർഡ് ദ ഡെത്ത്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഓക്കെ. സ്റ്റേ പോസിറ്റീവ്. ദ ക്ലാരിഫൈങ് കാർഡ് ദ സ്റ്റാർ, ഓക്കെ. ഫസ്റ്റ് കാർഡ് മീനിങ് എയർ സൈൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്തേക്ക് കാറ്റ് പോലും ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആള് നൗ. പക്ഷെ ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും. സ്പെൻഡിങ് ലെസ് ക്വാളിറ്റേറ്റീവ് ടൈം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നേരിട്ടുള്ള അറ്റാച്ച്മെന്റ്, നിങ്ങൾ നേരിട്ട് കണ്ട് ഉള്ളൊരു നേർക്കാഴ്ചയിലൂടെയുള്ളൊരു ലവ് ബോണ്ടിങ് കുറവാണ്. ഒരു പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ കോൾ മെസ്സേജ്, അങ്ങനെയായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. അതായത് നേരിട്ട് ഡയറക്റ്റ്. ചിലപ്പോൾ ചിലർ തമ്മിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നൗ ദ സിറ്റുവേഷൻ ഈസ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ആളിലേക്ക് തന്നെ സെൽഫായിട്ട് ഒതുങ്ങി സെൽഫ് ചെക്ക് ചെയ്യാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ആള് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആളിപ്പോ ആ ഒരു നേരിട്ട് കണ്ടിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ കാണൽ കുറവാണ്. ഒരു പക്ഷെ നിങ്ങൾ സമ്മതിക്കാനാണ് വിളിക്കുമ്പോൾ വരാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ കാണുന്നത് കൊണ്ട് ഇൻ ആൻഡ് ഔട്ട് എനർജി ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ബട്ട് he is loving you 100%. he is loving you, he or she നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തോന്നുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഏഞ്ചൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഏഞ്ചൽസ്, ഓക്കെ. ഹാപ്പി റിലേഷൻഷിപ്പ് ആവാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. അബൻഡൻസ് ഓഫ് ലവ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു മുമ്പത്തെ റീഡിങ്ങിൽ എനിക്ക് ഇത് തന്നെ വന്നത്. അതായത് ഒരുപാട് പൈസയായിട്ടുള്ള അബൻഡൻസിനേക്കാൾ കൂടുതൽ ലവിന്റെ അബൻഡൻസ്. അതായത് ഒരുപാട് എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടി ഒരു ലവ് ഇങ്ങനെ ആളുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രം, ഓൺലി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുപാട് ലവ് ആൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളായിരിക്കും. പക്ഷെ നിങ്ങൾ തമ്മിൽ നേരിട്ടൊരു അറ്റാച്ച്മെന്റ് വന്ന ആ ഫുൾ ഓഫ് ലവ്, നിങ്ങൾ ആ ഒരു എന്താ പറയാ ലവിന്റെ വോൾക്കാനയിൽ ഇട്ട ആൾ അങ്ങോട്ട് ഇരിച്ചു കളയും. ഒരുപാട് സെക്ഷുവൽ തോട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ കൂടി ആൾ അത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീസ് മാനിഫെസ്റ്റിംഗ് യു, സ്റ്റിൽ ഹീസ് മാനിഫെസ്റ്റിംഗ് യു. ഒരുപാട് നിങ്ങളുടെ പിക്ചേഴ്സ് നോക്കുക. ഐ തിങ്ക് ഹീസ് മാനിഫെസ്റ്റിംഗ് യു ആർ നെക്ഡ് ഓർ അങ്ങനെയൊക്കെ ഒരുപാട് ആള് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ. ഫുൾ ഓഫ് ലവ് ആണ് ആള്. ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ആൾ ഒരുപാട് മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു എനിക്ക് തോന്നുന്നു ഗോഡ് നിങ്ങളെ ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളൊരു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ദ ഡെത്ത് സിറ്റുവേഷൻ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ ഹോപ്പൊന്നും ഇല്ല, മേ ബി നിങ്ങളുടെ കല്യാണമായി എന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുടെ കല്യാണമായി എന്ന് വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇനി ഇതിൽ ഹോപ്പില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ, ഇത് കഴിഞ്ഞു. ചിലപ്പോൾ ആളും വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആൾക്ക് നിങ്ങളെക്കാളും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഗോഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ ഇണകളായിരുന്നു, ഈ ജന്മത്തിൽ നിങ്ങളെ ഇണകളായിരിക്കണം. അതായത് ഈ കാർഡിന്റെ മീനിങ് തന്നെ റീയൂണിയൻ ആണ്, ഓൾഡ് റിലേഷൻഷിപ്പിന്റെ റീയൂണിയൻ ആണ്. ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് റീയൂണിയൻ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആയിരിക്കും, ഒരുപാട് നാളായിട്ട് നിങ്ങൾ എന്താ പറയാ
ഫ്രീക്വന്റ് ആയിട്ടുള്ള റൈറ്റ്സ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലംസ് വരിക, നേരിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ കുറവായത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ആളൊരുപാട് ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുക, നിങ്ങൾക്ക് അതിനോട് ഒരു ഇൻട്രോവേർട്ട് കാണിക്കുക. എന്തുകൊണ്ടോ നിങ്ങൾക്കിടെ കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലംസ് കൊണ്ടോ എപ്പോഴും ഒരു വിള്ളൽ, ഒരു വല്ലാത്തൊരു ഫ്രീക്വന്റ് റിഫ്റ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നുന്നത് 90% ആൾക്കാർക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ അത് പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ട്രിക്സ് നിങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ടീവ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾ പൂർവ്വജന്മത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള സോൾസ് ആണ്. നിങ്ങളെ പിരിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പറ്റുന്ന കാര്യമില്ല. ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ എൻഡിങ് എന്ന് മാത്രമല്ല, ഇത് ന്യൂ ബിഗിനിങ് കൂടി അർത്ഥമുണ്ട്. ഈ കാർഡിന്റെ പെർഫെക്റ്റ് എക്സാക്ട് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീകൺസിലേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ പ്രൊട്ടക്റ്റഡ് റിലേഷൻഷിപ്പ് ആണ്. ആള് നിങ്ങളുടെ കൂടെ ലൈഫ് ടൈം ഒരു ലോങ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ ജന്മത്തിലും വെഡിങ് അങ്ങനെയൊക്കെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഡെത്ത് കാർഡിനെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ എടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ കാർഡാണ്. അത് പറയുന്നത് ആൾ 100% ഇന്റിമസി ആണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് റിന്യൂവൽ ഓഫ് ലവ്, ഇവിടെയും റീകൺസിലേഷൻ ആണ് കാണിക്കുന്നത്, ഇവിടെ റിന്യൂവൽ ആണ്. അതായത് ഡെത്ത് കാർഡിനെ ക്ലാരിഫൈ ചെയ്യാൻ എടുത്ത കാർഡ് ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഡെത്ത് കാർഡ് എൻഡിങ് ആണ്. ഓക്കെ, ഡെത്ത് കാർഡിന് 2 മീനിങ് ആണുള്ളത്. ഒരുപാട് സിറ്റുവേഷനിൽ ഓരോ മീനിങ് ആണ്, പക്ഷെ ഈ ഒരു സിനാരിയിലെങ്കിൽ 2 മീനിങ് ആണ് കാണുന്നത്. ഒന്നില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ ന്യൂ സ്റ്റാർട്ടിംഗ് ആണ്, അതായത് ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെ എനിക്ക് ന്യൂ ബിഗിനിങ് ആണ് 100% തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അതിന് ക്ലാരിഫൈ ഇതിനെ ക്ലാരിഫൈ ചെയ്യാൻ എടുക്കുന്നത് കാർഡും ന്യൂ ബിഗിനിങ് ആണ്, റിന്യൂവൽ ഓഫ് ലവ് ആണ്. അതുപോലെ തന്നെ അതിന് സപ്പോർട്ടീവായി എടുത്ത കാർഡും എന്താണ് വന്നിരിക്കുന്നത്, റീകൺസിലിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് 100% ഡെത്തിന്റെ ഈ മീനിങ്ങിൽ വരുന്ന ന്യൂ ബിഗിനിങ്, ഒരു സിനാരിയോ എൻഡ് ചെയ്തിട്ട് പുതിയൊരു സിനാരിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ മോശപ്പെട്ട ഭാഗങ്ങൾ മാറി ഇനി വരുന്നത് ന്യൂ ബിഗിനിങ്, ഇന്റിമസി, റിന്യൂവൽ ഓഫ് ഓൾഡ് റിലേഷൻഷിപ്പ് ആണ് ഈ കാർഡിന്റെ മീനിങ്. ഈ 2 കാർഡിന്റെ മീനിങ്, അതായത് പഴയ റിലേഷൻഷിപ്പിന്റെ റിന്യൂവൽ, ന്യൂ റിലേഷൻഷിപ്പോ ന്യൂ ഫേസോ അല്ല, ന്യൂ ബിഗിനിങ് ഓഫ് ഓൾഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഏഞ്ചൽ നിങ്ങളെ വളരെയധികം പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സലിന് നന്നായി മെസ്സേജ് സെൻഡ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹീസ് മാനിഫെസ്റ്റിംഗ് യു ആർ ഓൾസോ ഡൂയിങ് ഇറ്റ്. ഐ നോ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ്ലി ബോണ്ടാണ് കാണിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സലിന്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, romantic feelings. Yeah, he is doing something very romantically with you. Manifestation, your pictures using. Okay, he is very confident. He have confidence about his manifestation. You are limitless. Yeah, നിങ്ങളും നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പവർ കൊണ്ട് എല്ലാം ഓക്കെയും. ഓക്കെ, ലവ് മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, വിൽ യു ഹെൽപ്പ് മീ? യാ, ആൾക്ക് നിങ്ങളെ വേണം. ഓക്കെ, ഒരു മാഡ് സിറ്റുവേഷൻ ആണ് ആൾക്ക്. ഐ ലവ് യു അൺകണ്ടീഷണലി. യാ, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളെ കൈ കിട്ടിയ ഒരു വോൾക്കാനെ പോലെ പൊട്ടിത്തെറിച്ച് നിങ്ങളെ ലയിച്ച് ആളുടെ ആത്മാവിലേക്ക് അങ്ങോട്ട് ചേർക്കും. അത്രയ്ക്ക് ആൾക്ക് നിങ്ങളെ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് മന്ത്ലി ഒരാളെ ഞാൻ ചൂസ് ചെയ്ത് ഫ്രീ റീഡിംഗ് അവൈലബിൾ ആയിരിക്കും. അല്ലാത്തവർക്ക് പേയബിൾ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്. ബൈ.